ഫൈനലി ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് ഈ രണ്ട് വണ്ടികളും LHB ആവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LHB റണ്ണാണ്. ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ LHB കോച്ചുകളും വെച്ച് പെർമനൻ്റ് ആയിട്ട് ഓടുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനാണ്. അതിന് ICF കോച്ചുകളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് റണ്ണെന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ വേഗം കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ചെന്നൈക്ക് പോകുന്നത് നമ്മുടെ 12696 ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ്, ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ICF കോച്ചുകളും വെച്ചുള്ള ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ AC-ക്കാണ് പോകുന്നത്, AC 210 പോകുന്നത്. അപ്പോൾ ആ അവസാനം ഇനി മുതൽ ഈ സാധനം കാണാൻ പറ്റത്തില്ല. നമ്മുടെ കേരളത്തിലാകെ ഇപ്പോൾ റെയറാണ്. ഇനിയിപ്പോൾ മലബാർ, മാവേലി, അതിനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാം LHB തരംഗമാണ്. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എടുക്കുന്നത് അപ്ഡേറ്റിൽ പോകാൻ ഇത് നോക്കും. അപ്പോൾ ഈ വണ്ടിയുടെ അവസാനത്തെ ദിവസങ്ങളാണ് ഈ ICF കോച്ചും വെച്ചോളൂ. എന്ത് അടിപൊളി വൈബല്ലേ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ സൈഡിൽ ഓവർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സെക്കൻഡ് AC എടുത്താണ് നമ്മൾ ബുക്ക് ചെയ്ത്. ലൈറ്റൊന്നും വലിയ കത്തുന്നില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോൾ ഈ ICF-ലൊക്കെ യാത്രയാണെങ്കിൽ ഭയങ്കര റെയറാണ് കേട്ടോ. നമ്മളീ പോകുന്ന ഈ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് ഈ റേക്കിൻ്റെ അവസാനത്തെ റണ്ണാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ റേക്ക് അവിടെ ചെന്നൈയിൽ എത്തിയിട്ട് ഈ സെയിം റേക്കാണ് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ചെന്നൈ ആലപ്പുഴയായിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ ഈ റേക്ക് നാളെ മെയിൻ്റനൻസിന് പോകത്തുമില്ല, ചെന്നൈ ആലപ്പുഴയായിട്ട് തിരിച്ചു വരത്തുമില്ല. അതിന് പകരം ചെന്നൈ ആലപ്പുഴയ്ക്ക് നാളെ മുതൽ LHB ആണ്. അപ്പോൾ ഈ റേക്കിൻ്റെ അവസാനത്തെ റണ്ണാണിത്. ഇതിനി ചെന്നൈ എത്തിയിട്ട് മിക്കവാറും യാർഡിൽ എവിടെയെങ്കിലും കൊണ്ടിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. ലാസ്റ്റ് ഒന്നെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. എന്തായാലും എത്രയൊക്കെ പറഞ്ഞാൽ ICF കോച്ചിൽ യാത്ര ചെയ്യുന്നൊരു വൈബ്, ആ വൈബ് വേറെ എത്ര വലിയ കോച്ചിൽ കയറിയിൽ കിട്ടൂല. പഴയ സംഭവമൊക്കെയാണ്, ശരിയാണ്. പക്ഷേ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ പക്ക ഓൺ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഇത് നല്ല പ്രയോറിറ്റി കിട്ടുന്ന നല്ല അടിപൊളിയായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് LHB ആയി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കിഡിലെ ഓട്ടം ആയിരിക്കും ഓടുന്നത് എന്തായാലും. അപ്പോൾ എന്തായാലും പൊളിച്ച് നമ്മുടെ ICF ഈ റേക്കിൻ്റെ അവസാനത്തെ റണ്ണാണ്. ഇത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ റേക്കിൻ്റെ അവസാനത്തെ റണ്ണാണിത്. പക്ഷേ ഇത് 2017 ഉണ്ടാക്കിയ കോച്ചാട്ടോ നമ്മളുള്ളത്. അതായത് ആകെ 10 കൊല്ലം പോലും പഴക്കമില്ല. ചില കോച്ചുകളൊക്കെ പഴക്കമുണ്ട്, പക്ഷെ നമ്മളുള്ള കോച്ച് അത്ര പഴക്കമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാണിയമ്പാടി സ്റ്റേഷനിലാണ്. വാണിയമ്പാടിയിൽ ഇപ്പോൾ വിട്ടു. ഇനിയിപ്പോൾ അടുത്തത് കാട്ട്പാടി. അത്യാവശ്യം നല്ല സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് കുറേ തവണ കയറിയിട്ടുണ്ട്, ചെന്നൈക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് കാട്ട്പാടി എത്തി. അപ്പുറത്ത് നമ്മുടെ മൈസൂർ ശതാബ്ദി ഇവിടെ നിന്ന് പുറപ്പെട്ട് പോവാണ് കേട്ടോ. ചെന്നൈ മൈസൂർ ശതാബ്ദി. ഈ ICF കോച്ചിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അകത്ത് നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല അടിപൊളി, എസ്പെഷ്യലി ഈ സൈഡിലൊക്കെയാണ് നല്ല പ്രൈവസിയാണ്. നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഫുൾ ജേർണി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. സ്ലീപ്പറിൽ നമ്മൾ പോയായിരുന്നു ട്രിവാൻഡ്രത്തുനിന്ന് ചെന്നൈ വരെ. നല്ല വണ്ടിയാണ്, നല്ല റണ്ണാണ്. എങ്ങും അങ്ങനെ അനാവശ്യമായിട്ട് അങ്ങനെ പിടിച്ചിടുക പരിപാടിയൊന്നുമില്ല. പിന്നെ ICF-ന് ആകെ മെയിൻ പ്രശ്നം ഈ വിൻഡോ ഒരു സുഖം കാണത്തില്ല. കണ്ടോ, ഫുള്ള് ചെളിയും പൊടി അഴുക്കൊക്കെയാണ്. പഴയ വിൻഡോ ആണോ, പുറത്തൊന്നും വലിയ കാണത്തോട്ടില്ല. നമ്മളിപ്പോൾ പെരമ്പൂരെത്തി. വണ്ടി ഓൺ ടൈം, ഒരു ഡിലേ ഇല്ല, പക്ക ഓൺ ടൈം.
നമുക്ക് ഇഷ്ടംപോലെ ലോക്കോ കാണാൻ പറ്റുന്നുണ്ട്. ഒരു അമൃത ഭാരതിൻ്റെ ഒരു പീഫയൊക്കെ കിടപ്പുണ്ട്. എനിക്ക് ഇതൊക്കെ ഇപ്പം കോമൺ ആണ് കേട്ടോ, അമൃത ഭാരത് പീഫയൊക്കെ. ഈ വണ്ടി കൊണ്ട് ഈ സിഗ്നൽ അവിടെ ഔട്ടറിൽ പിടിച്ചിടാന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ കാണുന്ന ഔട്ടറാണിത്. ഔട്ടർ എന്ന് വെച്ചാൽ റെയിൽവേയുടെ ടേംസിൽ ഹോം സിഗ്നൽ എന്ന് പറയും. അപ്പോൾ ഈ ഹോം സിഗ്നലാണ് ആ കാണുന്ന സിഗ്നൽ. അതായത് റെയിൽവേ സ്റ്റേഷൻ ഒരു ഹോമായിട്ട് കണ്ടാൽ ആ ഹോമിലേക്ക് കയറാനുള്ള സിഗ്നലിലാണ് ഹോം സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡാണ്. അപ്പോൾ സിഗ്നൽ വീഴുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റെഡ് മാറിയിട്ട് അവിടെ ഒരു ഓറഞ്ച് കത്തും. എന്നിട്ട് എങ്ങോട്ടാണോ ലൈൻ തിരിയുന്നത് അങ്ങോട്ടേക്ക് ഒരു ഇൻഡിക്കേഷൻ മാർക്കും കാണിക്കും. അങ്ങനെയാണ് ഹോം സിഗ്നൽ വീഴുന്നത്. അങ്ങനെ നമ്മുടെ ICF ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് നമ്മളങ്ങനെ കയറി ഇവിടെ ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഈ റേക്കിൻ്റെ അവസാനത്തെ റണ്ണാണിത് കേട്ടോ. ഈ റേക്ക് ഇനി ചെന്നൈ ആലപ്പുഴയായിട്ട് പോകത്തില്ലെന്ന്, ഇത് മിക്കവാറും എവിടെ കൊണ്ടിടും. എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ ഒന്നെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ കോച്ചിലൊക്കെ കൊടുക്കും. എന്തായാലും പലർക്കും ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും ഈ ഒരു പഴയ കോച്ചിലൊക്കെ യാത്ര ചെയ്തിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നല്ല കംഫർട്ടാണ് ICFിൽ യാത്ര ചെയ്യുമ്പോഴും. LHB പോലെ തന്നെ നല്ല കംഫർട്ടാണ്. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അയ്യോ, പഴയ ബോർഡ് കണ്ടോ. ഇനിയിപ്പം എന്തായാലും LHB ആകുമ്പോഴേക്കും ഇവർ WP4 ഒന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ 1-2 റണ്ണിന് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. WP7 തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് വണ്ടിയും ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റും ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റും ഇനി മുതൽ WP7 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ കണ്ടല്ലോ. നമ്മളിവിടെ എത്തിയത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. വൈകിട്ടത്തെ സമയമല്ലേ ഇപ്പോൾ. ഈ വണ്ടി ഇവിടുന്ന് രാത്രി 8:55 നമ്മൾ ഈ വണ്ടിക്ക് ഓൾറെഡി എൻഡ് ടു എൻഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാരണം അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ സെക്കൻഡ് AC-ലും സ്ലീപ്പറിലുമായിട്ട് ഒരു എൻഡ് ടു എൻഡ് ജേർണി നടത്തിയിട്ടുണ്ട് നേരത്തെ. ഇവിടെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ ഇപ്പോൾ സ്കൈ ഐസ്ക്രീംസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ ഇല്ലായിരുന്നു, പുതിയതായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ കോമൺ ആണ്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് സ്റ്റേഷൻ നെയിം ഉള്ള സ്റ്റേഷനാണിത്. അതായത് ഈ സ്റ്റേഷൻ്റെ പേരാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സ്റ്റേഷൻ നെയിം. കണ്ടാ, പുറച്ചിത്തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എന്ത് വലിയ പേരല്ലേ. നോർമലി ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ഇവിടുന്ന് വിടുന്ന പ്ലാറ്റ്ഫോം 6 ചെയ്താണ്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം 5 കിടക്കുന്നത് നമ്മുടെ സ്വന്തം മംഗലാപുരം മെയിലാണ്. ഈയിടെ LHB ആയ നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് മെയിൽ, അതാണ് ഈ കിടക്കുന്നത്. നല്ല തിളങ്ങുന്ന കോച്ചിലാണ്, പക്ഷേ ഇടയ്ക്കൊക്കെ പഴയതുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈയിടെ LHB ആയ മംഗലാപുരം മെയിൽ. അപ്പോൾ ഇത് LHB ആയ ഡേറ്റ്സ് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ പോകുന്ന ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് LHB ആയത് മാർച്ച് 1-നാണ്. മാർച്ച് 3-നാണ് ഇതിന് വീഡിയോ വരുന്നത്. അപ്പോൾ മാർച്ച് 2-ാം തീയതി ആലപ്പുഴ ചെന്നൈയുടെ ഫസ്റ്റ് LHB റണ്ണ്. മാർച്ച് 3-ാം തീയതിയാണ് ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് LHB റണ്ണ്. അപ്പോൾ ഈ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റും ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റും പരസ്പരം റേറ്റ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൻ്റെ LHB നേരെ ആലപ്പുഴ പോയിട്ട് തിരിച്ച് 3-ാം തീയതി രാവിലെ ചെന്നൈയിലെത്തും. എന്നിട്ട് ഈ സെയിം റേക്കാണ്, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സെയിം റേക്കാണ് ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിന് ഫസ്റ്റ് LHB ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ റേറ്റ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, കാരണം സെയിം റേക്ക് തന്നെയാണ്. അപ്പോൾ ഒറ്റ വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം രണ്ടും ഒരേ വണ്ടി ആയതുകൊണ്ട് ആ വണ്ടിയുടെ ഫസ്റ്റ് LHB രണ്ടിനും ഈ സെയിം റേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ LHB റേക്ക് കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇന്ന് മുതൽ ഇനി LHB ആണ്. അപ്പോൾ നമുക്ക് വണ്ടി നോക്കാം എങ്ങനെയുണ്ട്, പുതിയതാണോ പഴയതാണെന്നൊന്നും അറിയത്തില്ല. തോണ്ടിയാർപേട്ട ഷെഡിൻ്റെ ഒരു WDS6 എന്നൊരു ഷണ്ടിങ് ലോക്കമാണിത് ഷണ്ട് ചെയ്ത് കൊണ്ടിരുന്നത്. കോച്ചുകളൊക്കെ പുതിയതാണോ അറിയത്തില്ല. മുന്നത്തെ പുതിയ 26 സ്പീഡൊക്കെ കേട്ടോ. MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴ കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു എല്ലാം.
ഈ വണ്ടി ഇപ്പോൾ LHB ആയപ്പോൾ ഇതിൻ്റെ കോച്ചിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് 20 കോച്ചേ ഉള്ളൂ. അതായത് 9 സ്ലീപ്പർ, പിന്നെ 3 തേർഡ് AC, പിന്നെ ഒരു സെക്കൻഡ് AC, പിന്നെ ഒരു ഫസ്റ്റ് AC കം സെക്കൻഡ് AC, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും 2 ജനറൽ വീതം, പിന്നെ ഒരു H7 കോച്ചുണ്ട്. ഇതിലാണ് നമ്മുടെ സീറ്റ് ഉള്ളത് തൃശ്ശൂർ വരെ. ഈ കോച്ച് പഴയതാണ് കേട്ടോ. ബെസ്റ്റ്. ഈ കോച്ച് പഴയതാണ്, 2020 കോച്ചാണ്. അപ്പോൾ ഞാൻ H7ലാണ് യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ വരെ. തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വരെ ഇതിൻ്റെ സ്ലീപ്പർ. AC ഒക്കെ പഴയതാണല്ലോ. A1 പഴയതാണ്, 2021 വീട്. ജനറലൊക്കെ പുതിയതായിരുന്നു, ഇതൊക്കെ പഴയ കേട്ടോ. B1 ഇതിൻ്റെ സ്ലീപ്പറാണ് കൂടുതൽ, 9 സ്ലീപ്പറാണ് മൊത്തത്തിൽ. B1 2025 B2 അത്യാവശ്യം തിളങ്ങുന്നൊരു കോച്ചാണ്, പുതിയതാണ്, അടിപൊളി. B2 കൊള്ളാം, നൈസ് കോച്ച്. B2 സൗത്ത് സെൻട്രൽ, ഇതെല്ലാം മിക്സാണ് കേട്ടോ. പല പല സോണിൻ്റെയൊക്കെ മിക്സാണ് എല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും പഴയതും എല്ലാം മിക്സാണ്. B3 ഇതേപോലെ പഴയതാണ്, 2021. ഇനി മുതൽ സ്ലീപ്പറാണ് അങ്ങോട്ട്. ഇനി മുതൽ S1 തൊട്ട് S9 വരെ സ്ലീപ്പർ കുഴപ്പമില്ല കേട്ടോ. S1 26 മീഡ്. നൈസ്, കൊള്ളാം. നോർത്തേൺ റെയിൽവേയുടെ ഒക്കെ ആണല്ലോ, അടിപൊളി. അങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് LHB ആവേണ്ട ഒരു വണ്ടിയായിരുന്നു ഈ ചെന്നൈ ആലപ്പുഴയും, പിന്നെ ഈ നമ്മുടെ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റും. ചിലതൊക്കെ ഈയിടെ ഓവർഹോൾ കഴിഞ്ഞ കോച്ചും ഉണ്ട് ഇതിനകത്ത്. പിന്നെ S4 ഇതുപോലെ തന്നെ പുതിയതാണ്. സ്ലീപ്പറെല്ലാം പുതിയതാണ് കേട്ടോ. 26 ഇതെനിക്കൊരു നോർത്തേൺ റെയിൽവേക്ക് എങ്ങാണ്ട് അലോട്ട് ചെയ്തത് ഈ വണ്ടിക്ക് എടുത്ത് കൊടുത്തായിരിക്കും മിക്കവാറും. S5 പുതിയത്. ആ സ്ലീപ്പറെല്ലാം നൈസാണ് കേട്ടോ. ഇതുവരെ സ്ലീപ്പറെല്ലാം അടിപൊളിയാണ്. ഇത് പല സോണിൻ്റെയാണ്. അതിനിപ്പോൾ ഇവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇനി SC ഒക്കെ മാറ്റിയിട്ട് SR ആക്കും. S6 കൊള്ളാം, പുതിയതാണ്. സ്ലീപ്പറെല്ലാം പുതിയതാണ്. AC ആണ് പഴയത് കേട്ടോ. സെക്കൻഡ് AC ഫസ്റ്റ് AC എല്ലാം പഴയതാണ്. സ്ലീപ്പറെല്ലാം പുതിയതാണ്. S7 പുതിയതാണ്. അപ്പോൾ ഈ റീക്കാണ് ഇനി മറ്റന്നാൾ, അതായത് ഞാൻ ഈ വീടെടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം 3-ാം തീയതി ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റായിട്ട് വരുന്നത്. S8 പുതിയതാണ്. 9 സ്ലീപ്പറും പുതിയ കോച്ചുകളാണ് കേട്ടോ. 2026, 2025 വർഷങ്ങളുണ്ടാക്കിയാണ്. അടിപൊളി. 9 സ്ലീപ്പറും സെറ്റ് കോച്ചുകളാണ്, അടിപൊളിയാണ്. ഇനിയിപ്പം ജനറലും പുതിയതാണ്. AC മാത്രമാണ് ഇപ്പോൾ പഴയത് കേട്ടോ. AC ഒരു 2-3 കോച്ച് പഴയതാണ്, ബാക്കിയെല്ലാം അടിപൊളി കോച്ചുകളാണ്. ഇതിന് 2-3 തവണ ഈ വണ്ടിയുടെ ഡേറ്റ് മാറ്റിയതാണ് ഇവർ, ഈ LHB ആവുന്നതിൻ്റെ. ഇതിപ്പോൾ ഒന്ന് എനിക്ക് മൂന്നാമത്തെ തവണ മാറ്റിയതിലാണ് ഇപ്പോൾ ഇത് ഓടുന്നത്, മാർച്ചിൽ. അടിപൊളി. ഇപ്പോൾ ഈ 20 കോച്ചേ ഉള്ളൂ ഈ വണ്ടിക്ക്. സാറിന് 22 വരുന്നതാണ്, 20 കോച്ചേ ഉള്ളൂ. അതിനൊരു ചെറിയ റീസൺ ഉണ്ട്, ഞാൻ പറയാം എന്താണെന്ന്. അതായത് ഞാൻ ഉദ്ദേശിച്ചതിനായിരിക്കും റീസൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൻ്റെ LHB കോച്ച്. എല്ലാം കിടിലൻ കോച്ചാണ്. AC 2-3 ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളി കോച്ചാണ് കേട്ടോ. ആലപ്പുഴ എക്സ്പ്രസ്. ബോർഡ് പഴയതാണല്ലോ, പഴയ ബോർഡ് തന്നെ എടുത്ത് വെച്ച്. ഈ വണ്ടിക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് WP7 കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്നും മിക്കവാറും WP7 ആയിരിക്കും. ഇപ്പോൾ ലോക്ക് നോക്കിയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ലോക്ക് വന്നിട്ടില്ല, ഇപ്പോൾ വരുമായിരിക്കും. ഇതിലെന്താണ് 20 കോച്ച് കൊടുത്തേക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഈ ചെന്നൈ ആലപ്പുഴയ്ക്കാണെങ്കിലും ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും ഒട്ടും സീസണുള്ള സമയത്തൊക്കെ സ്ലീപ്പർ AC ഒക്കെ അത്യാവശ്യം വേക്കൻ്റ് ഉണ്ടാവും. പക്ഷേ ട്രിവാൻഡ്രമിൽ അങ്ങനെ കാണാറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, കാരണം ആ ഡിമാൻഡുള്ള സമയങ്ങളിൽ ഈ വണ്ടി ICF ആയിരുന്നു. അപ്പോൾ ഇതിന് എക്സ്ട്രാ സ്ലീപ്പർ, എക്സ്ട്രാ AC ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവർ 20 കോച്ചിൽ നിർത്തിയിരിക്കുന്നത്. അപ്പം നല്ല തിരക്കുള്ള സമയങ്ങളിൽ മിക്കവാറും എക്സ്ട്രാ സ്ലീപ്പറും എക്സ്ട്രാ AC ഇടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ജനറലൊന്ന് കയറി നോക്കാം. ജനറലൊക്കെ യൂസ്ഡ് കോച്ചാണ്, അത്ര പുതിയതൊന്നുമല്ല. പുതിയതാണ് തോന്നിക്കുന്നുണ്ടെങ്കിലും ഏതോ വണ്ടിക്കൊക്കെ ഓടിയതാണ് കേട്ടോ. പക്ഷേ കോച്ചൊക്കെ നല്ല വൃത്തിയുണ്ട്. പക്ഷേ ഇത് യൂസ്ഡാണ്, അതാണ് അത്ര പുതിയൊന്നുമല്ല, യൂസ്ഡാണ്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇവിടെ താഴേക്കാണെങ്കിൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ചാർജിങ് പോയിൻ്റൊക്കെ ഇപ്പോൾ മറ്റേ 3 പിന്നല്ല, എല്ലാം ഒരു USB-C USB പോർട്ടാണ് ഇപ്പോൾ. അപ്പം നിങ്ങൾ ചാർജറൊക്കെ എടുക്കുകയാണെങ്കിൽ നോക്കി വേണം. 3 പിന്നൊന്നും ഇല്ല ഇപ്പോൾ. ഇത് സ്ലീപ്പർ കോച്ചാണ്, S9 ആണിത്. കോച്ചൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ബർത്താണേലും നൈസാണ് കേട്ടോ. ഇത് മറ്റേ RCF-ന് ആണോ ഡൗട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല RCF അല്ല, ICF-ലാണ് കേട്ടോ. ഇതിൻ്റെ ബർത്ത് കണ്ടോ, കൊള്ളാമല്ലേ, നൈസ്. എന്തോ ഒരു വ്യത്യാസമുണ്ട്. കയറുന്ന ആ കോണിപ്പടിക്ക് കുറച്ച് വീതിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ബോട്ടിൽ സ്റ്റാൻഡ് സംഭവങ്ങളുണ്ട്. ചാർജിങ് പോയിൻ്റ് എല്ലാം ഇവിടെ 3 പിന്നുണ്ട് കേട്ടോ. 3 പിന്നുണ്ട്, പിന്നെ USB-C ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. കൊള്ളാം, നൈസ്, അടിപൊളി കോച്ചാണ്. സ്ലീപ്പറല്ല ഇതേപോലെ 2026, 2025 മെയ്ഡായിട്ട് എല്ലാം സെയിം ഇൻറ്റീരിയറാണ്. എല്ലാം നോർത്തേൺ റെയിൽവേക്ക് അലോട്ട് ചെയ്ത കോച്ചുകളാണ്, പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൻ്റെ സ്ലീപ്പറിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടോ. ഇതുപോലെ പോയാൽ മതി. ഇപ്പോൾ നല്ല അടിപൊളിയാണ്. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സ്ലീപ്പറിൻ്റെ വാഷ്റൂം നിങ്ങളെ കാണിക്കാം. എന്തായാലും ആളില്ലാത്ത നമുക്ക് വെറുതെ കാണിക്കാൻ പറ്റുന്നുണ്ട്.
വാഷ്റൂം മോഡൽ നൈസാണ് കേട്ടോ. താഴെ മറ്റേ മാറ്റൊക്കെ ഇട്ട് നല്ല നീറ്റ് വാഷ്റൂം, അടിപൊളി. ഇത് നീറ്റായിട്ട് ഇരുന്നാൽ മതി. ഇതുപോലെ സ്ലീപ്പറും ജനറലും നിങ്ങളെ ഞാൻ കാണിച്ചു. ഇനിയിപ്പോൾ AC നമുക്ക് ഈ ലോക്കോ നോക്കിയിട്ട് പോകാം, കാരണം AC ഒത്തിരി പുറകെ പോകണം. നമ്മളല്ലെങ്കിൽ AC എടുക്കാൻ പോകുമ്പോഴേക്കും ലോക്കോ അപ്പോഴേക്കും വരും. നമ്മുടെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിനുള്ള ലോക്കോ ആണെന്ന് തോന്നുന്നു. ഒരു ലോക്കോ ഇങ്ങോട്ട് വരുന്നുണ്ട്, WP7. അത് തന്നെയായിരിക്കും. അത്യാവശ്യം നല്ല വെളുത്ത ഒരു WP7 ലോക്കോ ആണ് നമ്മുടെ ഫസ്റ്റ് LSP 2 ഇവർ കൊടുക്കുന്നത്. റോയപുരം ഷെഡിൻ്റെ അത്യാവശ്യം നല്ലപോലെ വെളുത്ത കേട്ടോ, നല്ല ഫ്രഷ് സാധനം. റോയപുരം ഷെഡിൻ്റെ WP7 ആണ് 37619. അതാണ് ലോക്കോയുടെ നമ്പർ കേട്ടോ. പുതിയ ലോക്കോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അതിൽ നാളൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് LSP 2 സാരഥി റെഡി ആയിട്ടുണ്ട്. ലോക്കോ ഒക്കെ പിടിപ്പിച്ചു. റോയപുരം WP7 37619. നല്ല കിടില ഫ്രഷ് ലോക്കോ ആണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും, കാരണം കോച്ചും എല്ലാം ഫ്രഷാണ്. നൈസ് കേട്ടോ, അടിപൊളി ലോക്കോ എന്തായാലും കൊടുത്തവർ ഫസ്റ്റ് റൺ ആയതുകൊണ്ട്. ഈ റോയപുരത്തിൻ്റെ ലോക്കോയിലും ഇപ്പോൾ എല്ലാ ലോക്കോയിലും ഇതേപോലെ കവച് ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കവച് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കുറച്ച് എക്യുപ്മെൻ്റൊക്കെയാണ് ആ മുകളിലിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ലോക്കോ ഇവർ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ കോച്ചിപ്പാം. ഞാനിതിൻ്റെ HA1 സെക്കൻഡ് AC ആണ്. HA1 തൃശ്ശൂർ വരെ പോകും. എന്നിട്ട് അവിടെ നിന്ന് ആലപ്പുഴ വരെ ഇതിൻ്റെ സ്ലീപ്പർ S8 എൻ്റെ സീറ്റുള്ളത്. അതിന് കറണ്ട് ബുക്കിംഗ് എടുത്താണ്, കാരണം ഇതിന് ഇഷ്ടംപോലെ കറണ്ട് ബുക്കിംഗ് കിട്ടും. ഇതിന് ഒറ്റ ചാർട്ടേ ഉള്ളൂ. ഇതിൽ ചെന്നൈ ആലപ്പുഴ വരെ സിംഗിൾ ചാർട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രം മെയിലും ഐലൻഡിലും അല്ല, ഇതിങ്ങനെ തന്നെയാണ്, സിംഗിൾ ചാർട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 2020 ഉണ്ടാക്കിയ ഒരു ഫസ്റ്റ് AC കം സെക്കൻഡ് AC ആണ്. വൻ ശോകം കോച്ചാണ് കേട്ടോ, വൻ ശോകം കോച്ചാണ്. ഇതിൽ 2 ക്യാബിനും ഒരു കൂപ്പയും അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പകുതി ഭാഗം സെക്കൻഡ് AC. നമ്മുടെ സീറ്റ് ഇവിടെയാണ്, നമുക്ക് അപ്പർ പുറത്താണ് കിട്ടിയത്. എന്തായാലും ഇവർ AC കോച്ച് എന്നാണോ പഴയത് കൊടുത്തത് ഒരു പിടിയില്ല. സാധാരണ ഇതേപോലെ ഓരോ വണ്ടിക്ക് LHB ആകുമ്പോൾ AC ആണ് പുതിയത് കൊടുക്കുന്നത്, സ്ലീപ്പർ പഴയത് കൊടുക്കുക. നേരെ തിരിച്ചാണ്, സ്ലീപ്പർ പുതിയ എടുത്തിട്ട് AC പഴയത് കൊടുത്തു. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണ് A1 പഴയതാണ്, HA1 പഴയതാണ്. ഇതിൻ്റെ വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം മൊത്തം അലമ്പാണ്. നോക്ക്, ഇപ്പോൾ വിടുന്ന വണ്ടിയാണ്, താഴെ മൊത്തം വെള്ളം. നോക്ക്, അടിപൊളി, നല്ല സ്മെല്ലും ഉണ്ട്. HA1 കോച്ചാണ്. ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചിലെ വാഷ്റൂം തന്നെ ഇതാണ് അവസ്ഥ. അത് താഴെ മൊത്തം വെള്ളമാണ്. ആരാണ്ട് കയറിയിട്ട് ഒപ്പിച്ച പണിയാണ്. താഴെ മൊത്തം വെള്ളമാണ്, ഒരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർത്ത്, സീറ്റ് നമ്പർ 26, അപ്പർ ബെർത്താണ് HA1. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ അവർ ഇപ്പം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് വിരിച്ചാൽ മതി. ഇതിനകത്ത് 2 ബെഡ്ഷീറ്റ് ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ വണ്ടി 3 തവണയാണ് ഇത് LHB ആവുന്നെന്ന് പറഞ്ഞ് പറ്റിച്ചത്. ആദ്യം ജാനുവരി 17 LHB ആവുമെന്ന് പറഞ്ഞു, പിന്നെ ഫെബ്രുവരി 1 ആവുമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ മാർച്ച് 1 ആവുമെന്ന് പറഞ്ഞായി. ജനുവരി 17 ഫെബ്രുവരി 1 ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, കാരണം ഡേറ്റ് മാറ്റി വേണ്ടി ക്യാൻസൽ ചെയ്തു, പൈസയും പോയി. അങ്ങനെ 3ാമത്തെ തവണയാണ്, ഇപ്പോൾ മാർച്ച് 1 ഇതിപ്പോൾ ഓടണേ. അങ്ങനെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് LHB കോച്ചുകളായിട്ട് ആദ്യമായിട്ട് ചെന്നൈയിൽ നിന്നും പുറപ്പെടുകയാണ്. നമ്മളെ 22639 ആണ് ഈ വണ്ടിയുടെ നമ്പർ. നമ്മൾ ഈ വണ്ടിയിൽ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ യാത്രയാണ്. ഇത് മൊത്തം കാണിച്ച് ഞങ്ങൾ വെറുപ്പിക്കുന്നൊന്നുമില്ല. നമ്മൾ ആലപ്പുഴ വരെ പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. 8:58 ആയപ്പോഴാണ് വിട്ടത്. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റാണ്. കൈയോടെ അതും മിക്കവാറും LHB ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അതിൻ്റെ കോച്ചുകളൊക്കെ ഭയങ്കര ശോകമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ വണ്ടിയിൽ ഇതിനായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് യാത്ര ചെയ്യണം ആ വണ്ടിയിൽ. നമ്മുടെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു 10 മിനിറ്റ് എന്തോ ലേറ്റേ ഉള്ളൂ. യാത്രയായിട്ട് ഒന്നും കാണിക്കാത്തതാണ്, ഒന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥിരം പോകുന്നവർ കൂട്ട് തന്നെയാണ്. ഇനി രാവിലെ എത്തിയിട്ട് കാണിക്കാം. കാട്ട്പാടിയിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ കയറാനുണ്ട്. രാത്രിയെല്ലാം കീട്ടിലും തണുപ്പാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വണ്ടി 130 കയറിയിട്ടില്ല ഇവരായിട്ടും. ചിലപ്പോൾ ആദ്യത്തെ ദിവസം കണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ്, 110 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കയറുമായിരിക്കും.
ഇനി അടുത്ത ദിവസങ്ങളിൽ കയറുമായിരിക്കും. ഗൈസ്, ഇവിടെ കാട്ട്പാടി ചെയ്ത് ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? ഇത് കാർ കാരിയർ ഗുഡ്സ് ട്രെയിൻ ആണേ. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഡബിൾ സ്റ്റാക്ക് ആണ് തോന്നുന്നു. അതായത് താഴെ മുകളിലും കാറുകൾ വെക്കുന്ന ടൈപ്പ് പുതിയ എന്തോ ടൈപ്പ് വാഗണാണ്. കണ്ടോ നോക്കി, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. അടിപൊളി കേട്ടോ, സെറ്റ് സാധനം. നോക്ക്, പേരൊന്നും എഴുതിയിട്ടില്ല ഇതിൽ. മുകളിലും താഴെയും കാറുണ്ട്. ഇത് താഴത്തെ, ഇത് അത് മുകളിലത്തെ. താഴെ മുകളിലും കാറുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന ഡബിൾ സ്റ്റാക്ക് ടൈപ്പ് ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് ഇവിടെ കാട്ട്പാടി ജംഗ്ഷനിൽ. ഓ, അടിപൊളിയല്ലേ സാധനം. നമുക്ക് ഈയിടെ എങ്ങാണ്ട് അടിച്ചിറക്കിയ വാഗനാണുണ്ടോ, നല്ല ഫ്രഷ് പെയിൻറ്റ്. ഈ സാധനം എന്തായാലും സെറ്റപ്പ് ആട്ടോ, നല്ല വലിപ്പമായിരുന്നു. എനിക്ക് എന്തോ വലിപ്പമുണ്ടോ, അടിപൊളി. ഇതിൻ്റെ പേരൊന്നും, ഈ വാഗൻ്റെ പേരൊന്നും കാണിക്കുന്നില്ല. ഓട്ടോ ലിങ്സൺ എന്ന അങ്ങനെ എന്തോ കമ്പനി ആട്ടോ. ACT1 അതാണ് എഴുതിയിരിക്കുന്നത്. നോക്കി, ACT1 എന്നാണ് ഈ ഒരു വാഗൻ്റെ പേരുണ്ട്. ദ ഗ്രേറ്റ് എന്തോ ഗ്രേറ്റർ ഹൈറ്റ് കാർ കാരിയറോ, ACT1 എന്നാണ് ഈ വാഗൻ്റെ പേര് കേട്ടോ. ദ ഗ്രേറ്റ് ഹൈറ്റ് കാർ കാരിയർ അതാണ് എഴുതിയിരിക്കുന്നത്. ഓട്ടോ ലിങ്സൺ എന്ന കമ്പനിയുടെയാണ്. അടിപൊളി സാധനം കേട്ടോ, കിട്ടില്ല സാധനം. ഇതൊക്കെ വലിപ്പമൊന്നുണ്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ സാധനം. ACT1 അത് തന്നെ, ഓട്ടോ ലിങ്ക്സ്. സാധാരണ ഇവർ ഈ ഗുഡ്സ് വാഗൺ ഇറക്കുന്നതിനെക്കാട്ടും കുറച്ച് ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്ട്രോങ് ആണ്, കാരണം കാറ് കൊണ്ടുവന്ന സാധനമല്ലേ. അപ്പോൾ കാറിനൊന്നും പറ്റാനും പാടില്ലല്ലോ. ഇത് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. വല്ല ബാംഗ്ലൂർ ഭാഗത്തേക്ക് വല്ലതും പോകാൻ കിടക്കുമായിരിക്കും. അതിൻ്റെ ലോക്കോ ഒരു WAG9 ഗുഡ്സ് ലോക്കമാണ്. ഒറ്റ ലോക്കോ മാത്രമേ ഉള്ളൂ. അടിപൊളി എന്തായാലും. സമയം ഇപ്പോൾ രാത്രി 11 മണിയായി. അപ്പോൾ നമ്മൾ നേരെ പോയി കിടക്കട്ടെ. രാവിലെ നമ്മൾ തൃശ്ശൂർ എത്താറാകുമ്പോൾ തൃശ്ശൂരായിട്ട് നമ്മൾ സ്ലീപ്പറിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ നമ്മളൊരു 3/4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റായിട്ട് ഇവിടെ പാലക്കാട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഈയിടെ LXBI വെസ്റ്റ് കോസ്റ്റാണ് കിടക്കുന്നത്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റും ചെന്നൈ ആലപ്പുഴ ഇവിടെ കിടപ്പുണ്ട്. ഇവർ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ. 130 കയറിയില്ലേ വണ്ടി, 110 തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. രാത്രിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, അതായത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈക്ക് തൊട്ടടുത്താണ്. ഇഷ്ടംപോലെ കോച്ചുകളുണ്ടാവും, പുതിയതാണേലും എന്താണേലും. അപ്പോൾ ഇത്രയുള്ള സ്ഥലത്തുനിന്ന് വിടുന്ന വണ്ടിക്ക് ഇവർക്ക് ഈ പുതിയ കോച്ച് കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കോച്ചിൻ്റെ ഇവിടെ ഈ പുറത്ത് ലിനൻസ് ഒക്കെ വെക്കുന്ന ഒരു സ്റ്റോറേജ് ആയിരുന്നു. അതിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ തുറക്കുന്ന ആ ഒരു പോർഷൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ടോ, നമുക്ക് എന്ത് ശോകമല്ലേ. അപ്പോൾ ഇതൊന്നേ ഇനിയിപ്പോൾ അടുത്ത തൊട്ട് വാഷ്റൂമിൽ കാണിച്ചു തരാം. വാഷ്റൂമിൽ ഓർക്കണം LSBI വണ്ടി എന്ന്. ഇത് കണ്ടോ, നോക്ക് വളഞ്ഞു കുത്തിയിരിക്കുന്നേ. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഇതുണ്ടോ ചരിഞ്ഞ്. അത് നല്ല ഒരാൾ പറഞ്ഞ ശക്തിക്ക് തുറന്നാൽ അതെല്ലാം കൂടെ പൊട്ടി താഴെ വീഴും. കണ്ടോ, നോക്ക് എന്തിടപാടല്ലേ. നോക്ക്, ഇതെന്താണ് ഇവർ AC മാത്രമാണ് ഇതേപോലെ പഴയത് കൊടുത്തിരിക്കണേ. സ്ലീപ്പർ എവിടെ നിന്നോ പുതിയത് കിട്ടി, സ്ലീപ്പർ അതുകൊണ്ട് കൊടുത്തു. എന്തൊക്കെ പരിപാടിയാണോ എന്തോ. അതും AC പഴയ കൊടുക്കും, അത്യാവശ്യം മെയിൻറ്റെയിൻ ഒരു സാധനം കൊടുക്കണ്ടേ. ഇത് ഭയങ്കര പൂർലി മെയിൻറ്റെയിൻഡ് ഐറ്റം കൊടുത്തേക്കണേ. അത് ഫസ്റ്റ് AC കം സെക്കൻഡ് AC ഇത്രയും പൈസ കൊടുത്ത് പോകുന്ന. ചെന്നൈ ആലപ്പുഴയ്ക്ക് ഒറ്റപ്പാടത്ത് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ജനറൽ കയറാൻ വേണ്ടി നല്ല ഇടിയായിരുന്നു. ഇപ്പുറത്തൂടെ ആൾക്കാർ കയറുന്നു കേട്ടോ ജനറലിൽ. രണ്ടൊരുത്തൻ അവിടെ പുറത്ത് ട്രാക്കിന് അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു. ഇവനൊക്കെ എന്തിന് അസുഖമാണോ എന്തോ, അകത്തെ കക്കൂസില്ലേ അതിനകത്ത് കയറി മൂത്രം ഒഴിക്കുന്നത്. നോക്ക് എന്തോ ഭ്രാന്തനൊക്കെയാണ് നോക്കണേ.
ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് അങ്ങനെ ഒരു 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്ലീപ്പറാണ്, നമുക്കിനി ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ സ്ലീപ്പറിന് പോയാൽ പോലെയായിരുന്നു. സ്ലീപ്പറിന് ടിക്കറ്റ് ഇല്ലായിരുന്നു മെയിനായിട്ട്. അതുപോലെ ഞാൻ ടിക്കറ്റ് എടുത്തത് ഫെബ്രുവരി പകുതി ആയപ്പോഴാണ്. ഇവർ ഫെബ്രുവരിയിൽ ഇത് LSB ആയിട്ട് ഓടുമെന്ന് പറഞ്ഞാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താണ്, അതൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ മാർച്ച് 1 ഓടുമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ടിക്കറ്റ് സെക്കൻഡ് AC ആയിരുന്നു, RAC ഉണ്ടായിരുന്നു. RAC 2 ആയിരുന്നു എൻ്റെ ടിക്കറ്റ്. അത് പിന്നെ കൺഫേം ആയപ്പോൾ അപ്പർ ബർത്തിൽ വന്നതാണ്. പിന്നെ സ്ലീപ്പർ ഇല്ലായിരുന്നു, സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കറണ്ട് ബുക്കിംഗ് എടുത്താണ് ഇന്നലെ, തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വരെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, AC എടുക്കുന്നവർ ഭയങ്കര കാശുകാരാണെന്നുള്ളത്. ഒരുമാതിരി ഈ ക്രിഞ്ച്, ഒരുമാതിരി ഈ ചൊറിഞ്ഞ വർത്താനം പറയുമ്പോഴേക്കൊക്കെ ദേഷ്യം വരും. AC എടുക്കുമോ, നീയൊക്കെ വലിയ കാശുകാരനല്ലേ? കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടല്ല, അല്ലാണ്ട് എല്ലാവരും പിടിച്ചു പറിച്ചിട്ടൊന്നും അല്ലല്ലോ. നമ്മളങ്ങനെ വടക്കാഞ്ചേരി ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി ഏലും കൊച്ചി പോയി കയറാം. എന്നിട്ട് അവിടെ നിന്ന് തൃശ്ശൂരാകുമ്പോൾ നമ്മുടെ കോച്ചിൽ പോയി കയറാം. നമ്മുടെ കോച്ച് S8 ഞാനങ്ങനെ നടന്ന് നമ്മുടെ കോച്ചിനവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ കോച്ച് 2026 ഉണ്ടാക്കിയ ഒരു സ്ലീപ്പർ കോച്ചാണ്. നല്ല സ്ലീപ്പറൊക്കെ കിടിലമാണ്, നല്ല വൃത്തിയുണ്ട്. പക്ഷേ AC മാത്രമാണ് പറ്റിച്ചളന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ വണ്ടിയുടെ വ്ളോഗ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഒരു സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. കാരണം കറക്റ്റ് 55 km/h ആവറേജ് സ്പീഡ്, എല്ലായിടത്തും സ്റ്റോപ്പുള്ളൊരു സൂപ്പർ ഫാസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പൂങ്കുന്നം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനെപ്പറ്റി തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി അങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഇതിൽ യാത്ര ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചറ സ്റ്റോപ്പാണ്. എറണാകുളമൊക്കെ എത്തുന്ന മിക്കപ്പോഴും ഒരു 1 hour അടുപ്പിച്ച് ഡിലേ ഒക്കെ കാണും എപ്പോഴും. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വരെ എനിക്ക് സീറ്റ് നമ്പർ 7 സൈഡ് ഡോറാണ്. നല്ല ആൾ കയറുന്നുണ്ട് ഇവിടുന്ന്. നല്ല ആളെന്ന് വെച്ചാൽ ഇന്ന് മൺഡേ ആണ്, അതുകൊണ്ട് നല്ല തിരക്കാണ് വണ്ടിയിൽ, സ്ലീപ്പറിലും എല്ലാത്തിനും ആളാണ്. നിങ്ങളിത് കണ്ടു, ഒടുക്കത്തെ ഇടിയാണ്. നോക്കുക, ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എവിടെ വന്ന് മൺഡേ ആയതിൻ്റെ എഫക്റ്റാണ്. നോക്കും, ഒരു രക്ഷയില്ല, ഭയങ്കര ഇടിയാണ് സ്ലീപ്പറായിട്ടും. ഇവിടെ ഇത്രയും നേരം ആൾക്കാരുണ്ടെങ്കിൽ ചടയെന്ന് പറഞ്ഞാൽ ആദ്യം വേപ്പ് ഇറങ്ങി, ആരാണ്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് RPF ഒക്കെ വന്ന്. നമ്മളങ്ങനെ 40 മിനിറ്റ് ലേറ്റായിട്ട് എറണാകുളം ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഈ വണ്ടി എപ്പോഴും എറണാകുളത്ത് എത്തണം 9 മണി കഴിഞ്ഞാണ്. അത്രയ്ക്ക് ലേറ്റാണ് ഇത് എപ്പോഴും എത്തുന്നത്. കാരണം ഈ രാവിലത്തെ ആ ടൈമിന് വരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ പിടിച്ച് ലേറ്റായാണ് വരുന്നത്. അയ്യോ, അങ്ങനെ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഈ കോച്ചിൻ്റെ അവസ്ഥ. ഫുള്ള് ഉത്സവത്തിലുള്ള ആളായിരുന്നു, ഒന്നും പറയണ്ട, ഫുള്ള് ആളായിരുന്നു. എവിടെ ആയിരുന്നു, ആലുവയായപ്പോൾ ആലുവയ്ക്ക് മുന്നേ ആരണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത്, ഇതിനകത്തുള്ള 2 ഹിന്ദിക്കാരാരണ്ടാണേ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് RPFും TT വന്നു. TT വന്നിട്ട് TT ടിക്കറ്റൊക്കെ നോക്കി, പക്ഷേ TT ഈ ജനറൽ എടുത്ത് നിൽക്കുന്ന ആൾക്കാരോടൊന്നും പറഞ്ഞില്ല. RPF വന്നപ്പോൾ TTയും TTയുടെ വായുത പോരതൊക്കെ വരാൻ തുടങ്ങി. TT ഒരു ഹിന്ദിക്കാരനായിരുന്നു. ലാസ്റ്റ് RPF വന്ന് ഇറങ്ങി പൊക്കോളെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓടിച്ചു വിട്ടു. കാരണം ഇത് റിസർവ്ഡ് കമ്പാർട്ട്മെൻ്റ് അല്ലേ, സീസൺ ടിക്കറ്റുകാരാണ് എല്ലാവരും സീസൺ ടിക്കറ്റുകാരാണ്. ഞാൻ ഉള്ള കാര്യം പറയില്ല, ഈ സീസൺ ടിക്കറ്റുകാർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ട്രെയിനിൽ കയറി അവരുടെ സ്വന്തം തറവാട് സ്വത്ത് പോലെയാണ് പിന്നെ ട്രെയിൻ. ഞാൻ കുറ്റം പറയില്ല, ചിലരുണ്ട് അങ്ങനെ. അത് ഈ മെയിനായിട്ട് കേരളത്തിലേക്കാട്ടും കൂടുതൽ മുംബൈ ഭാഗത്തൊക്കെ സീസൺ ടിക്കറ്റുകാരൊക്കെ ട്രെയിനിൽ കയറിയാൽ ഇറങ്ങിപ്പോവാൻ ഒരുമാതിരി അവരുടെ എന്തോ ഒരു തറവാട് സ്വത്ത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ഇവർക്ക്. കേരളത്തിലുണ്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇവരെ എല്ലാം ആട്ടി ഓടിച്ചപ്പോഴേക്കും വണ്ടി കാലിയായി. വണ്ടിക്കകത്ത് ഇപ്പോൾ ആരുമില്ല, എന്തെങ്കിലും വലിയ കാര്യം. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് ഇത് മൺഡേയും കൂടെ ആണ്, നല്ല ടൈമിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ വേറൊരു കാരണമാണ്, അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മുന്നിലും ബാക്കിലും മൊത്തത്തിൽ 4 ജനറലൊക്കെ ഫുള്ള് ആളാണ്. അപ്പോൾ അതിൽ എന്തായാലും ഇത്രയും പേർക്കൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ സ്ലീപ്പറിൽ കയറും, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ഡീറിസേർവ്ഡ് സ്ലീപ്പർ കോച്ച് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, ഇതിനായിട്ട് ഞാൻ കണ്ടില്ല. ഇവിടെ നോർത്തിലൊരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്, എന്താണോ ഹോമോ ഷെഡിൻ്റെ WG9 ട്വിൻസ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളം സൗത്താണ്. എറണാകുളം സൗത്തിൽ ഈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിന് ഇതുണ്ട്, ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച്
അവിടെ നിന്ന് കയറുന്ന ക്രൂ ആലപ്പുഴ വരെയാണ് വർക്ക് ചെയ്യുന്നത്, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ. അങ്ങനെ നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ഇതുകൊണ്ട് ഇവിടെ എറണാകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 2-ലാണ് കയറുന്നത്. സാധാരണ പ്ലാറ്റ്ഫോം 2-ൽ അങ്ങനെ വലിയ വണ്ടികൾ കയറാറില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം 2-ൻ്റെ ലെങ്ത് ഇവർ കൂട്ടിയതുകൊണ്ട് ഇപ്പം വലിയ വണ്ടികളും പ്ലാറ്റ്ഫോം 2-ൽ കയറും കേട്ടോ. വണ്ടി കാലിയായി കേസ്, ഒറ്റ മനുഷ്യന്മാരുടെ ഇപ്പോൾ ഫുള്ള് കാലി, അടിപൊളി. അപ്പോൾ നമ്മുടെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനിവിടെ ക്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൂ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ വണ്ടിയിൽ സ്ഥിരം കയറുന്നവർ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചോദിക്കുന്നത് ഇങ്ങനെ കേട്ടു, ഇത് ഏത് വണ്ടി, ഇത് ഏത് വണ്ടി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് LSP ആവുന്ന വണ്ടികളാണെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും വാർത്ത അല്ലെങ്കിൽ സ്റ്റേഷനിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതാണ് സിമ്പിൾ. ഇതേപോലെ LSP കോച്ചുകൾ വെച്ചായിരിക്കും ഇന്ന് മുതൽ വരുന്നത്, അല്ലെങ്കിൽ ചുമന്ന കോച്ചുകളുള്ള വണ്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയേനെ. ഇതല്ലെങ്കിൽ ആൾക്കാർ മാറിപ്പോവും, ഇത് ഈ വണ്ടി അല്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് പോകും ബോർഡ് നോക്കിയില്ലെങ്കിൽ. ബോർഡ് നോക്കി കയറണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മുടെ റെയിൽവേ ചെയ്താൽ എന്തായാലും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ എറണാകുളത്ത് നിന്ന് നമ്മൾ ഇപ്പം വിട്ടത് 9:32 ആയപ്പോഴാണ്. ഇതിന് ആലപ്പുഴയുടെ സമയം 10:40. 1 മണിക്കൂർ വേണ്ട ശരിക്കും. പക്ഷേ ഇതിന് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഇതിന് ഈ തുറവൂർ, ചേർത്തല അവിടെ ഇവിടെയെല്ലാം സ്റ്റോപ്പുള്ളതുകൊണ്ട് എന്തായാലും 10:45 ആവും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അബാൻഡൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് തിരുനെട്ടൂർ എന്ന സ്റ്റേഷനാണ്. ഇവിടെ ഈ മറ്റേ എന്താ പറയുക, ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ അതും ഇതൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് തോന്നുന്നു. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പോ അങ്ങനെയൊന്നും ഇല്ല. നമുക്കൊരു ദിവസം ഇവിടെ വന്ന് ട്രെയിൻ സ്പോട്ടിംഗ് ചെയ്യണം. ഇവിടെ ചുമ്മാ ആൾക്കാർ ഇരിക്കാൻ മാത്രമേ വരാറുള്ളൂ. ഇവിടെ ഒറ്റ വണ്ടിക്ക് സ്റ്റോപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അബാൻഡൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടിയൊന്നും നിർത്തൂല ഇവിടെ. കുമ്പളം സ്റ്റേഷനിൽ ട്രാക്ക് ഡബിളിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്ത് സ്ഥലമൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ, അതായത് ഈ തുറവൂർ എറണാകുളം സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ പാലങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പണിതെടുക്കാൻ വേണ്ടി നല്ല സമയം എടുക്കും എന്തായാലും. അപ്പോൾ ഇവിടെ സ്ഥലമൊക്കെ എടുത്ത് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അരൂർ പാലം പണിയുന്നുണ്ട്, കാണിച്ചു തരാതെ. അപ്പോൾ അരൂർ പാലത്തിൻ്റെ വർക്കിൻ്റെ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ മറ്റേ പില്ലറൊക്കെ ഇവർ ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ചെങ്ങാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ബാക്കി ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് എന്തായാലും നല്ല സമയം എടുക്കും. നല്ല പണിപ്പെട്ട ഒരു പണിയാണ്, അറിയാമല്ലോ. ഒരു പാലം പണിയാൻ വെച്ചാൽ അതിൽ അത്യാവശ്യം നല്ല 1 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു പാലം എന്നൊക്കെ പറയുമ്പോഴേ നല്ല ടൈം എടുക്കും എന്തായാലും. അപ്പോൾ ഇവിടെയൊക്കെ വേണ്ട ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് പാലത്തിൻ്റെ പകുതിയോളം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിയാനുണ്ട് പണി. നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുണ്ട്. തുറവൂർ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തുറവൂരൊക്കെ സ്റ്റോപ്പുണ്ട്. തുറവൂർ, പിന്നെ ഇനി ചേർത്തല, അതേ പിന്നെ ആലപ്പുഴ. ഇത് ഓൺ ടൈമിൽ എത്തും കേട്ടോ. 9:55 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ മറ്റേ ക്രോസിംഗ് ആണ് കായംകുളം എറണാകുളം പാസഞ്ചറുമായിട്ട്. പക്ഷേ അത് മാരാരിക്കുളത്ത് ഓൾറെഡി വെച്ചായിരിക്കും.
അങ്ങനെ പുതിയതായിട്ട് LHB ആയ നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് കണ്ട ആലപ്പുഴയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:24 നേരത്തെയാണ് വണ്ടി. പറഞ്ഞത് ഇത് എത്രയൊക്കെ ലേറ്റ് ആണെങ്കിലും ഇവിടെ ഓൺ ടൈം എത്തും. നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയ നല്ല കിഡിലം വ്യൂ ആണ്. നമ്മൾ വ്ളോഗിങ് തുടങ്ങിയ കാലത്ത് ഇതേപോലെ ഇവിടെ വന്നിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലപ്പുഴ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുതിയതായിട്ട് LHB ആയ നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ആലപ്പുഴയിലെത്തി. സമയം ഇപ്പോൾ 10:28, 12 മിനിറ്റ് ബിഫോർ ടൈം. ഞാനിവിടെ നമ്മുടെ വണ്ടിയുടെ 2-3 പിക്കൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ അവർ ലോക്കോ ഊരി മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ ലോക്കോ ഊരിയും മറ്റേ കണ്ണൂർ എക്സിക്യൂട്ടീവിന് പോവും. എന്നിട്ട് കണ്ണൂർ എക്സിക്യൂട്ടീവിന് വരുന്ന WP7 ആണ് ഈ വണ്ടിക്ക് പോവാറ്. അപ്പോൾ LHB ആയപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ICF ആയിരുന്നപ്പോഴും ഇതിന് WP7 അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ജനറലും സ്ലീപ്പറും ഈ വണ്ടിയുടെ അടിപൊളിയാണ്. നല്ല പുതിയതാണ്, 2026 മെയ്ഡാണ്. പക്ഷേ AC മാത്രമാണ് പറ്റിച്ച് കിടന്നത്. ബാക്കിയെല്ലാം പുതിയ കോച്ചുകളാണ്. ജനറലൊക്കെ നോക്ക്, അടിപൊളി, നല്ല നീറ്റ് ജനറൽ. ഇത്ര ഓടി വന്നാണേലും അകത്ത് വലിയ കച്ചറയൊന്നുമില്ല. അടിപൊളി നൈസ് ജനറൽ. നോക്ക്, പണ്ടത്തെ പോലൊന്നുമല്ല. ജനറൽ കോച്ചൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയാണ് കാണാൻ വേണ്ടിയിട്ട്, അകത്താണേലും പുറത്താണേലും. ഇത് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഗുദാഹവ. അപ്പോൾ നമുക്കിതിൻ്റെ തേർഡ് AC ഒന്ന് നോക്കാം. 2021 ഉണ്ടാക്കിയ ഒരു പഴയൊരു കോച്ചാണ്. നോക്കി, കോച്ചിനകത്തൊക്കെ നൈസാണ്, പക്ഷേ പഴയ കോച്ചാണ് കേട്ടോ. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഓടി വന്നോട്ട് ആ ബെഡ്ഷീറ്റൊക്കെ അവർ മടക്കി കയറ്റി വെക്കാൻ പോവാണ്. കോച്ചൊക്കെ നല്ലതാണ്, പക്ഷേ അകം കുഴപ്പമില്ല, പുറത്ത് ശോകം തന്നെ. അയ്യോ, പഴയ AC കോച്ചല്ല പോരെ. നോക്ക്, എന്തുപാടി ഇത്. അയ്യോ, പഴയ ഏതോ കോച്ചിൽ കയറുന്ന പോലെ ഉണ്ട്. ഇത് B1 അല്ല, ഇത് B3. ഇത് പിന്നെയും കുഴപ്പമില്ല ഈ കോച്ച്. ചില കോച്ചുകളൊക്കെ നല്ല. ഇത് പുതിയ കോച്ചാണ് കേട്ടോ. ഇത് മറ്റേ എക്കണോമിയുടെ ഒക്കെ ടൈപ്പ്, അതേപോലത്തെ സീറ്റൊക്കെ ഉള്ള ടൈപ്പ് 3 ടയർ നൈസ്. ഇത് കൊള്ളാം. ഈ കോച്ച് പിന്നെയും കുഴപ്പമില്ല. ഇത് A1 ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ സെക്കൻഡ് AC. ഇതെന്തുവാടെ, ബാത്റൂമൊക്കെ വൻ ശോകം കേട്ടോ. അയ്യോ, പുതിയ വണ്ടി വെച്ചാൽ പുതിയതായിട്ട് LHB ആയി കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു കോച്ച് കൊടുക്കുക അല്ലേ. ഇതാണ് സെക്കൻഡ് ACയും കുഴപ്പമില്ല, നൈസ്. അകത്തൊക്കെ കുഴപ്പമില്ല, പക്ഷെ പുറത്താണ് ശോകം ACയുടെ. സ്ലീപ്പർ പക്ഷേ അങ്ങനെയല്ല. സ്ലീപ്പർ പുറത്തും അകത്തും നല്ല വൃത്തിയുണ്ട്, പക്ഷേ AC അങ്ങനെയല്ല. AC അകത്ത് മാത്രമേ ഉള്ളൂ വൃത്തി, പുറത്ത് വൃത്തിയില്ല. എന്തൊക്കെയല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വൺ ഓഫ് ദ ലെജൻഡറി വണ്ടിയാണ് ഈ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്. അതങ്ങനെ ഫൈനലി LHB ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ LHB ആയി മാറിയിരിക്കുകയാണ്. രണ്ടും മച്ച് നീഡഡ് അപ്ഗ്രഡേഷനാണ് രണ്ടിലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഈ യാത്ര ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്, ആ യാത്രയുടെ വീഡിയോയുടെ. അപ്പോൾ കാണാൻ മറക്കരുത്. ഞാൻ ഈ കയറിയ റേക്കിലെ AC ശോകമാണ്. ഓരോ ദിവസം ഓരോ റേക്കായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത റേക്കിലെ AC എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ AC ശോകമാണ്. സ്ലീപ്പർ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം.